ഫെബ്രുവരി 7-ന് ആരംഭിച്ച് 52 പോരാട്ടങ്ങൾക്കൊടുവിൽ 20 ടീമുകളിൽ നിന്ന് T20 ലോകകപ്പിന്റെ കിരീട ജേതാവിലേക്കുള്ള ദൂരം 4 കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടുന്നതോടെ അതിൽ ഒരാൾ കൂടി പുറത്താകും. ശേഷം നാളെ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് പോരുകൂടി കഴിയുന്നതോടെ കലാശപ്പോരിന്റെ ചിത്രവും തെളിയും. 2024 പോലെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കിരീടപ്പോര് ആവർത്തിക്കുമോ എന്ന ആകാംക്ഷയും ആരാധകർക്കുണ്ട്. ഇന്ത്യ-ഇംഗ്ലണ്ട് സെമി പോരാട്ടം അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇന്ന് നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക സെമി പോരാട്ട സാധ്യതകൾ നോക്കാം. ടൂർണമെന്റിൽ അപരാജിതരായി എത്തുന്ന ദക്ഷിണാഫ്രിക്ക തന്നെയാണ് സാധ്യതകളിൽ മുന്നിൽ. എല്ലാ മത്സരവും ജയിച്ചു എന്ന് മാത്രമല്ല, അതിശക്തരും T20 ലോകകപ്പിൽ സമീപ എഡിഷനുകളിലായി 10-ലധികം മത്സരങ്ങളായി തോൽവി വഴങ്ങാത്ത ഇന്ത്യയെ വൻ തോൽവിയിലേക്ക് തള്ളിവിടുകയും ചെയ്തു പ്രോട്ടീസ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ, ന്യൂസിലാൻഡ്, UAE, കാനഡ എന്നിവരെ എല്ലാം തോൽപ്പിച്ച പ്രോട്ടീസ് സൂപ്പർ 8-ൽ ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നീ ടീമുകളെയും തോൽപ്പിച്ചു. ആധികാരിക വിജയങ്ങളായിരുന്നു ഇതൊക്കെയും. ഇതിൽ ഗ്രൂപ്പ് ഗ്രൗണ്ടിൽ കിവികളെ തോൽപ്പിച്ചത് പ്രോട്ടീസിന് ആത്മവിശ്വാസം നൽകും. അന്ന് കിവികൾ ഉയർത്തിയ 175 റൺസ് കൂറ്റൻ വിജയലക്ഷ്യം മാർക്രവും സംഘവും മറികടന്നത് വെറും 3 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. സൂപ്പർ 8-ൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരഫലമാണ് ന്യൂസിലാൻഡിന് സെമി ടിക്കറ്റ് നൽകിയത്. ഗ്രൂപ്പ് റൗണ്ടിൽ കാനഡ, UAE, അഫ്ഗാനിസ്ഥാൻ എന്നിവരെ തോൽപ്പിച്ച ന്യൂസിലാൻഡ് ആകെ അടിയറവ് പറഞ്ഞത് ഇതേ പ്രോട്ടീസിനോടാണ്. സൂപ്പർ 8-ലെ പാകിസ്ഥാനുമായുള്ള ആദ്യ മത്സരം മഴയിൽ ഒലിച്ചു പോയപ്പോൾ തൊട്ടടുത്ത മത്സരം ശ്രീലങ്കയോട് ജയിച്ചു. അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് തോൽക്കുകയും ചെയ്തു. ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്രോട്ടീസ് തന്നെയാണ് മുന്നിൽ. ശക്തമായ ബാറ്റിംഗ് നിരയാണ് അവരുടേത്. നായകൻ എയ്ഡൻ മാർക്രം, ഡീകോക്ക്, റിക്കൾട്ടൺ എന്നിവർ ഇടുന്ന തുടക്കത്തിന് ബ്രവിസും മില്ലറും സ്റ്റബ്സും യാൻസനും കോർബിൻ ബോഷും എല്ലാം ചേർന്ന് വെടിക്കെട്ട് പൂർത്തിയാക്കും. ഈ താരങ്ങളെല്ലാം പുലർത്തുന്ന കൺസിസ്റ്റൻസിയാണ് കീ ഫാക്ടർ. മാർക്രം ടോപ്പ് സ്കോറർ പട്ടികയിൽ 3-മതും റിക്കൾട്ടൺ 6-മതുമുണ്ട്. ബൌളിംഗിൽ എങ്കിഡി, യാൻസൺ, ബോഷ് എന്നിവർ 10 വിക്കറ്റുകൾക്ക് മേലെ നേടിക്കഴിഞ്ഞു. മിസ്റ്ററി സ്പിന്നർ ഒന്നുമല്ലെങ്കിലും കേശവ് മഹാരാജ് നല്ല ഇക്കണോമി കീപ്പ് ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഈ സ്ഥിരതയില്ലായ്മയാണ് ന്യൂസിലാൻഡിന്റെ പ്രശ്നം. ടീം സെയ്ഫേർഡ്, ഫിൻ അലൻ എന്നിവർ നൽകുന്ന തുടക്കത്തിലാണ് അവരുടെ പ്രതീക്ഷ. മധ്യനിരയുടെ കൺസിസ്റ്റൻസി വെല്ലുവിളിയാണ്. ഗ്ലെൻ ഫിലിപ്സിന്റെ മികവ് കുറച്ചെങ്കിലും ഈ പ്രശ്നം ബാലൻസ് ചെയ്യുന്നുണ്ട്. ബൗളർമാർക്കും ഇത്തവണ 10 വിക്കറ്റിന് മുകളിൽ നേടാനായിട്ടില്ല. എങ്കിലും മാറ്റ് ഹെൻറിയും റിച്ചിൻ രവീന്ദ്രയും എല്ലാം റൺസ് പിഷ്കുന്നത് ഗുണം ചെയ്യും. അസാധ്യ ഫീൽഡിംഗ് യൂണിറ്റ് കിവികൾക്ക് മാത്രമുള്ള ബോണസ് ആണ്. പോരായ്മകൾ ഉണ്ടെങ്കിലും നോക്കൌട്ട് റൗണ്ടിൽ ന്യൂസിലാൻഡ് പേടിക്കേണ്ട ടീം തന്നെയാണ്. എന്നാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതോടെ ചോക്കേഴ്സ് വേലി മായ്ച്ചു കളഞ്ഞ പ്രോട്ടീസ് ഈ വെല്ലുവിളികളെ മറികടക്കാൻ ഒരുങ്ങി തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണയും ഇന്ത്യക്ക് മുന്നിൽ അവസാന നിമിഷം കിരീടം കൈവിട്ട പ്രോട്ടീസിന് ഇത്തവണ ആ ക്ഷീണം തീർക്കണം. അതിന് അവർക്ക് കഴിയുമോ? കിവികൾ ആ പ്രതീക്ഷകളെയും കൊത്തിപ്പിടിച്ച് പറന്നു പോകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി.